കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആരും കാണാതെ പോകുന്ന കൊടുങ്കാറ്റാണ് കർഷകർ എന്ന് പല കൃഷിയിടങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുമ്പോഴും ഉന്നതമായ സാങ്കേതിക വിദ്യ അവർ ഇന്ന് ഒപ്പം കൂട്ടുന്നു. അത്തരത്തിൽ ഒരു നല്ല കർഷകനെ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. കൊല്ലം ജില്ലയുടെ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ശ്രീ ബാലചന്ദ്രൻ്റെ കൃഷിയിടത്തിലാണ് ആ യാത്ര എത്തി നിൽക്കുന്നത്. ഉന്നതമായ സാങ്കേതിക വിദ്യ ഒപ്പം കൂട്ടി മണ്ണിനോട് മല്ലടിച്ച് കനകം വിളയിക്കുന്ന ബാലചന്ദ്രൻ്റെ കൃഷിയിടത്തിലാണ് ഇന്ന് ഹരിതം സുന്ദരം മിഴി തുറക്കുന്നത്. കാണാം ഹരിതം സുന്ദരം. ബാലചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ കൊട്ടാരക്കരയിൽ MC റോഡിനടുത്ത് ഒരു കട കണ്ടു. ആഹാരം ഔഷധമാക്കുക എന്ന ബോർഡ് കണ്ടുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇത് ബാലചന്ദ്രൻ്റെ കടയാണ് എന്ന് വ്യക്തമായി. കാരണം പുത്തൂർ ബാലചന്ദ്രൻ എന്ന ലേബലിൽ ധാരാളം പച്ചക്കറികൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടോ, കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കടയിൽ നമ്മെ വരവേൽക്കുന്ന ഒരുപറ്റം പഴക്കുലകളാണ്. ഇതിൽ ചിങ്ങമ്പഴമുണ്ട്, റോബസ്റ്റയുണ്ട്, നാടൻ കുലകളായ പാളയംകോടനുണ്ട്, അങ്ങനെ പേരറിയാത്ത നിരവധി പഴങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും പഴങ്ങളെല്ലാം തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് പുത്തൂർ സ്വദേശിയായ ബാലചന്ദ്രൻ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ്. ധാരാളം ഉൽപ്പന്നങ്ങൾ, അതായത് മാങ്ങ, നെയ്ക്കുമ്പളം, ചേമ്പ്, ഇടിച്ചക്ക എന്ന് വേണ്ട നാടൻ തേങ്ങ, നാടൻ ഏത്തക്കുല, ചേനയുടെ തണ്ട് വരെ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ ഈ കടയിൽ വരുന്ന ആരെയും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വിവിധ വിഭവങ്ങൾ, അതായത് നമ്മൾ ഇതുവരെ ഒരുപക്ഷെ അടുക്കളയിൽ പരിചയിച്ചിട്ടില്ലാത്ത പല വിഭവങ്ങൾ പോലും നന്നായി പാചകം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കടയിലുണ്ടായ പല ഉൽപ്പന്നങ്ങളും. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തയ്യാർ ചെയ്ത് നൽകുന്ന ഒരു കട കൂടിയാണ് ബാലചന്ദ്രൻ്റെ കൃഷിമിത്ര. ഇവിടെ നമുക്കറിയാം, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് പോലും പ്രിയപ്പെട്ട കോവൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും തളിക്കാതെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തളിർ വെണ്ട. ഒരുപക്ഷെ ഇത് അപൂർവമായ ഒരു കാഴ്ചയായിരിക്കാം. മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തമിഴ്നാടൻ ഉൽപ്പന്നങ്ങൾ, വിവിധ കമ്പോളങ്ങളിൽ നിന്ന് വരുന്ന പേരറിയാത്ത കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളല്ല. ഇതെല്ലാം പേരറിയാവുന്ന കൃഷിയിടത്തിൽ നിന്നും പേരറിയാവുന്ന കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെ നേരെയും ചില പേരുകൾ എഴുതി ബാലചന്ദ്രൻ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇന്ന കർഷകനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏക വിള മാത്രം കൃഷി ചെയ്യുന്ന പോളി ഹൗസിലെ ഉൽപ്പന്നങ്ങളുണ്ട്. പോളി ഹൗസിൽ സ്വയം പരാഗണം നടത്തുന്ന വിളകളാണ്. നമുക്കറിയാം, സലാഡ് വെള്ളരി പോളി ഹൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. യാതൊരു വിധത്തിലുള്ള വിഷാംശവും തിന്നാത്ത, കൃത്യമായ മണ്ണിൻ്റെ അളവനുസരിച്ച്, മണ്ണിൽ മൂലകങ്ങളുടെ അളവനുസരിച്ച് മാത്രം മൂലകങ്ങൾ നൽകി കൃഷി ചെയ്യുന്ന പോളി ഹൗസിൽ കൃഷി ചെയ്യുന്ന സലാഡ് വെള്ളരിയുണ്ട്. ഇത്തരത്തിലുള്ളൊരു തക്കാളിയെ നമുക്ക് കാണാൻ പോലും കഴിയുകയില്ല. കാരണം ഈ തക്കാളിയുടെ വലിപ്പം ഇങ്ങനെയാണ് എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ, അതായത് ഒരുപക്ഷെ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ വലിയ വളമൊന്നും ചെയ്യാത്ത ചെറിയ രീതിയിൽ മാത്രം പൊടിച്ചു വരുന്ന ഒരു തക്കാളി താണ്ട കുട്ടക്കണക്കിനാണ് ഈ ഒരു കുട്ടതറ തക്കാളി. ഇത്രയും ഒരു തക്കാളി, ഒരു നാടൻ തക്കാളിയുടെ ഒരു ശേഖരം തന്നെ ഒരുക്കിയാണ് കൃഷിമിത്ര കട ഇവിടെ തയ്യാറായിരിക്കുന്നത്. മുളക് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരള കാർഷിക സർവകലാശാലയുടെയും കേരള ഗവൺമെൻറ്റുമൊക്കെ പല ലബോറട്ടറികളിലും ടെസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കീടനാശിനി തളിക്കുന്ന ഒരു പച്ചക്കറി വിള മുളകാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള വിഷാംശവും തളിക്കാതെ, രാസവളങ്ങൾ ചേർക്കാതെ, വീട്ടുമുറ്റത്ത് മാത്രമല്ല കൃഷിയിടത്ത് മാത്രം ഉൽപ്പാദിപ്പിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച മുളകിൻ്റെ ഒരു ചന്തവും ചേലും ഒന്ന് കാണേണ്ടത് തന്നെ. മറ്റൊരിടത്ത് കാർഷിക സർവകലാശാലയുടെ പ്രിയപ്പെട്ട ഇനമായ പ്രീതി ഇനത്തിലുള്ള പാവയ്ക്കയാണ്. സാധാരണ വലിയ പാവയ്ക്കയുടെ വലിയ വലിപ്പമൊന്നും വയ്ക്കാതെ ചെറിയ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന പാവയ്ക്കയാണ് പ്രീതി പാവയ്ക്ക. എങ്കിലും വലിയ ഡിമാൻഡാണ്. പാവയ്ക്കയിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് വിഷം തളിക്കാറുള്ള, വിഷം മുക്കുകയാണ് എന്നുള്ളതാണ്. കൊല്ലത്തെ പവിത്രേശ്വരം കൃഷിഭൂമിയാണ്. ഒന്നാന്തരം കൃഷിയിടങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. എന്നാൽ അവിടുത്തെ കർഷകരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ബാലചന്ദ്രൻ. കൃഷിഭൂമിയിലൂടെ ബാലചന്ദ്രൻ നടന്നാൽ ഭൂമിക്ക് അതറിയാം. ബാലചന്ദ്രന് ഭൂമിയെയും ഏത് മണ്ണിൽ എന്ത് കൃഷി ഇറക്കണമെന്ന് മനപ്പാടമാണ്. മണ്ണ് കാണുമ്പോഴേ അതിൻ്റെ ഗുണം ബാലചന്ദ്രൻ ഉൾക്കൊള്ളും.
കൃഷി എന്നാൽ ഒരു 70mm ഭൂമികയാണ് ബാലചന്ദ്രന്. വിപണിയുടെ താളവും താളപ്പിഴകളും എല്ലാം അറിഞ്ഞ് ബഹുസ്വരതയുള്ള ഒരു കൃഷി നടത്തിയാലേ കർഷകന് ഇനിയുള്ള കാലം വിജയിക്കാനാവൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായുള്ള ഭൂമിയിലും പാട്ടത്തിനുമൊക്കെ കൃഷിയുണ്ട്. ഇടവപ്പാതിയുടെ തുടക്കത്തിലായിരുന്നു ഹരിതം സുന്ദരത്തിൻ്റെ യാത്ര. ഈറൻ പ്രഭാതത്തിൽ എങ്ങും മഴ നനഞ്ഞു നിൽക്കുന്ന ബാലചന്ദ്രൻ്റെ വിളകളിലേക്ക് ഞങ്ങൾ നോക്കി. ഒരിടത്തുണ്ടൊരു ഒന്നാംതരം കൃഷിഭൂമി. നിറയെ വിളഞ്ഞുകിടക്കുന്ന മത്തൻ. കണ്ണെത്താ ദൂരത്തോളമുണ്ട് മത്തൻ്റെ തോട്ടം. എന്നാൽ സാധാരണ നാം കാണുന്ന അമ്പിളി മത്തനല്ല ഇവിടെ ഇനം. മറുനാടൻ രാശി സീഡ്സിൻ്റെ കൃഷ്ണയാണ് മത്തൻ. 2 മുതൽ 2.5 കിലോ വരെ മത്തന് ഭാരം വരും. സാധാരണ 7 മുതൽ 8 കിലോ വരെ വരുന്ന വലിയ മത്തൻ ചെറു ആവശ്യത്തിന് ഉപകരിക്കുന്നതല്ല. അത് കണ്ടറിഞ്ഞാണ് കൃഷി. ചെടികൾ തമ്മിൽ 4 മീറ്റർ നീളത്തിലാണ് അകലം. വരികൾ തമ്മിലാകട്ടെ 5 മീറ്റർ നീളവും. എങ്കിലും മത്തൻ ഭൂമിക്ക് പാദസരം തീർത്ത് ഭൂമിയിലെ ഒരു തരി മണ്ണ് പോലും കാണാത്ത രീതിയിൽ പടർന്നു കിടക്കുന്നു. മഴ നന്നായി കുളിപ്പിക്കുന്നുണ്ട് ഇലകളെ. മത്തൻ്റെ വലിയ മഞ്ഞപ്പൂ എപ്പോഴും വിടർന്നു തന്നെ നിൽക്കും. സീസണായി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അറിയിപ്പ് തന്നെ ഇത്. എങ്കിലും അങ്ങിങ്ങായി മത്തൻ നിറഞ്ഞു വിളഞ്ഞു കഴിഞ്ഞു. ഉൾക്കനം കൂടുതലുണ്ട് എന്നുള്ളതാണ് കൃഷ്ണമത്തൻ്റെ പ്രത്യേകത. സാധാരണ അമ്പിളി മത്തനെപ്പോലെ നേർത്തതല്ല ഉൾഭാഗം. സാധാരണ മറുനാടൻ ഇനങ്ങളിൽ നിന്നും കൃഷ്ണയുടെ രുചി തന്നെ വളരെ പ്രധാനം. ചെറുപയർ ചേർത്തുള്ള കറി വളരെ സ്വാദിഷ്ടം. മത്തൻ നെടുകെ പിളർന്നാൽ ഉള്ളിൽ നല്ല മഞ്ഞ നിറമാണ്. മത്തൻ്റെ വിളവെടുപ്പിന് സമയമായി എന്നറിയിക്കുന്ന വിളകളാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് ബാലചന്ദ്രന് ഉറപ്പുണ്ട്. മത്തൻ്റെ ഇടവിളയായി വെണ്ട കൃഷിയുമുണ്ട്. സാധാരണ വെണ്ടയല്ല. മാഹി കമ്പനിയുടെ നമ്പർ 10 ആണ് ഇപ്പോൾ ഇനം. കൂടുതൽ വിളവിന് നമ്പർ 10 വെണ്ട തന്നെയാണത്രേ നല്ലത്. വെണ്ടയ്ക്കുമുണ്ട് ഒരു സൗന്ദര്യം. ഈറൻ മഴയിൽ വെണ്ടയുടെ പുഷ്പങ്ങൾ ജ്വലിച്ചങ്ങനെ നിൽക്കും. മറ്റു വെണ്ടകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്പർ 10. 45-ാം പക്കം തന്നെ വിളവെടുക്കാം. 100 ദിവസം വരെ തുടർച്ചയായി വിളവ് കിട്ടും എന്നതാണ് നമ്പർ 10ൻ്റെ പ്രത്യേകത. കുറഞ്ഞത് 50 കായെങ്കിലും ഒരു ചെടിയിൽ നിന്ന് ഒരു വിളവെടുപ്പ് കാലം കിട്ടും. 40 മുതൽ 50 കായ് വരെ ചേർന്നാൽ 1 കിലോ തൂക്കം. വെണ്ടയ്ക്കാകട്ടെ ചെറുവിരൽ വലിപ്പമേ ഉള്ളൂ. കാണാൻ ഏറെ ആകർഷകമായ നമ്പർ 10 സ്വാദിഷ്ടവുമാണ്. സാധാരണ വെണ്ട മെഴുക്ക് വരട്ടിയെപ്പോലെ കൂടുതൽ കൊഴുപ്പില്ല എന്നതാണ് നമ്പർ 10നെ വ്യത്യസ്തമാക്കുന്നത്. ചെടികൾ തമ്മിൽ 80 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെണ്ടയുടെ നടിയിൽ. കൃഷിമിത്രയുടെ നായകൻ ശ്രീ ബാലചന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം ബാലചന്ദ്രൻ. നമസ്കാരം. ബാലചന്ദ്രൻ, ഞങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ വളരെ ഒരു എന്താ പറയുക, കൃഷിയുടെ ഒരു വിശാലമായ ചക്രമാണ്. അപ്പോൾ ഇത്രയധികം കൃഷി, അതും പല പ്ലോട്ടുകളായി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് വലിയ ഒരു തന്ത്രം വേണം. എന്ത് തന്ത്രമാണ് അതിൽ അനുവർത്തിക്കുന്നത്? അത് തന്ത്രം അതിനൊരു എഫേർട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാരണം അതിന് മാനേജ് ചെയ്യാൻ തന്നെ ആളിനെ വെച്ചിട്ടുണ്ട്. കാരണം വിപുലമായിട്ട് കൃഷി ഇത്രയും ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നതിന് അത് വിറ്റഴിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി അതുവഴി വിറ്റഴിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലായിട്ട് വലിയ നഷ്ടമായിട്ട് വരും. ആദ്യം കൃഷി തുടങ്ങുമായിരുന്നു. എന്നിട്ട് നമ്മൾ വിപണി വഴിയും മറ്റ് സോഴ്സുകൾ വഴിയും വിറ്റഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടാതെ വന്നു. വിറ്റഴിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ പോലും അത് വിൽക്കുമ്പോൾ മാർക്കറ്റിൽ ഈ ജൈവമല്ലാത്ത അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളുടെ വിലയായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് ജനങ്ങൾക്കൊട്ട് ഇത് കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കൃഷിമിത്ര എന്ന് പറയുന്ന കൊട്ടാരക്കര സ്ഥാപനം തുടങ്ങുകയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷമില്ലാത്ത ഈ പച്ചക്കറികളെല്ലാം അതുവഴി വിറ്റഴിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിപുലമായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്. പലതരം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ വിശാലമായ ഒരു 70mm ക്യാൻവാസ് പോലെ വിവിധ ഇനത്തിലുള്ള കൃഷിയാണ്. അപ്പോൾ പേരറിയാത്ത രീതിയിൽ കണ്ണെത്താ ദൂരത്തോളം കിടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വിവിധ വിളകൾ ഒരുമിച്ച് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു തന്ത്രം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്ത്രമാണ് സ്വീകരിക്കുക? തന്ത്രം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലത് നമ്മുടെ ഷോപ്പ് വഴി സാധനങ്ങൾ വിറ്റപ്പോൾ ആൾക്കാർക്ക് പല സാധനങ്ങളുടെയും ഷോർട്ടേജ് വന്നു. ഉദാഹരണത്തിന് ആൾക്കാർക്ക് സാമ്പാർ വെക്കണമെങ്കിൽ അമരയ്ക്ക വേണം. അമരയ്ക്ക തമിഴ്നാട് ആശ്രയിച്ചെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം ചേർന്ന അമരയ്ക്കായേ ഉള്ളൂ. അപ്പോഴാലോചിച്ച് നമുക്ക് അമര കൃഷി ചെയ്തോളെ. അങ്ങനെ വിപുലമായിട്ട് അമര കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഓരോ ഐറ്റവും കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ തന്ത്രം. അപ്പോൾ ഇങ്ങനെ ബഹുമുഖങ്ങളായ വിളകൾ ചെയ്യുമ്പോൾ ഒരു വിള മറ്റൊരു വിളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതിന് അങ്ങനെ തടസ്സമൊന്നും ആവാറില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഓരോ സെപ്പറേറ്റ് ഓരോ പൊസിഷനിലാണ് ഓരോന്നും കൃഷി ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല.
വെണ്ടയും മത്തനും വിളഞ്ഞുകിടക്കുന്ന കൃഷിഭൂമിക്കുള്ളിലൂടെ മഴ നനഞ്ഞ് ഞങ്ങൾ നടന്നു. ഓരം പറ്റി ചെന്നാൽ മറ്റൊരു വിശാല കൃഷിയിടം കാണാം. റെഡ് ലേഡിയാണ് ഇവിടെ താരം. റെഡ് ലേഡി എന്നാൽ തായ്ലൻഡ് ഇനത്തിൽപ്പെട്ട പപ്പായ. ആൾ ചില്ലറക്കാരനല്ല. 1 കിലോ വിത്തിന് 4 ലക്ഷം രൂപ വരെ വിലയുണ്ട്. 3-ാം മാസം തന്നെ വിളവെടുക്കാം എന്നതാണ് റെഡ് ലേഡി പപ്പായയുടെ പ്രത്യേകത. 5-ാം മാസം മുതൽ വിളവ് തകൃതിയാവും. ആഴ്ചയിൽ 4 കായെങ്കിലും മൂപ്പെത്തി പഴുക്കും. 2.5 കിലോയാണ് ശരാശരി പപ്പായയുടെ തൂക്കം. പപ്പായ മാർക്കറ്റിൽ റെഡ് ലേഡിക്ക് വലിയ വിപണിയുണ്ട്. ആൾക്കാർ ചോദിച്ചു വരും. നേർത്ത മഞ്ഞ വരുന്നതോടെ തൊലി ചെത്തിയാൽ ഉള്ളിൽ ചെമപ്പ് നിറമാണ്. റെഡ് ലേഡിയുടെ സ്വാദ് ആസ്വദിക്കേണ്ട മധുരം തന്നെ. സാക്ഷാൽ പപ്പായയുടെ ചവർപ്പും മധുരമയും റെഡ് ലേഡിക്കുണ്ട്. വിദേശ മാർക്കറ്റിൽ വലിയ സമ്പത്ത് നേടിത്തരുന്ന റെഡ് ലേഡി ഇവിടെ 1-2മല്ല 100ഓളമുണ്ട്. സാധാരണ പപ്പായയ്ക്ക് കിലോയ്ക്ക് 80 രൂപ വില വരുമ്പോൾ മാർക്കറ്റിൽ റെഡ് ലേഡിക്ക് 70 വരെ വില ലഭിക്കുന്നുണ്ട്. പപ്പായ കൃഷിയുടെ ഓരം പറ്റി നിൽക്കുന്നത് നിത്യവഴുതനയാണ്. ഒരു പൂമുട്ടുപോലെ സുന്ദരിയാണ് നിത്യവഴുതന. നിത്യവഴുതന നിത്യവും കായ്ക്കും. എന്നും വിളവെടുക്കാം എന്നുള്ളതാണ് നിത്യവഴുതനയുടെ പ്രത്യേകത. മിക്കവാറും ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഉത്തമ പ്രതിവിധിയാണത്രേ നിത്യവഴുതന. പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ അകറ്റുന്ന പച്ചക്കറിയിലെ താരം. ഇടവപ്പാതിയുടെ വലിയ മഴ നിത്യവഴുതനയ്ക്ക് അത്ര നന്നല്ല. എങ്കിലും മഴ തീർന്നാലുടൻ കുലച്ചു മറിയുന്നവരാണ് ഇവർ. അവർക്കായി നല്ല പന്തലിട്ടു കൊടുക്കാൻ ബാലചന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നീല റോപ്പുകളിലാണ് നിത്യവഴുതന വള്ളിയായി പടർന്ന് വിലസുന്നത്. വിപണിയിലും ചില്ലറക്കാരല്ല നിത്യവഴുതന. കിലോയ്ക്ക് 200 രൂപ വരെ വിലയുണ്ട്. നിത്യവഴുതനയ്ക്ക് ഇത്രത്തോളമാകാമെങ്കിൽ വഴുതനയും മുന്നിൽ തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് ബാലചന്ദ്രന്. അതുകൊണ്ട് തന്നെ മികച്ച മറുനാടൻ സങ്കര വിത്ത് തന്നെ ഇവിടെ പരീക്ഷിക്കുന്നത്. മറുനാടൻ കമ്പനിയുടെ നമ്പർ 183 എന്ന വിത്താണ് ഇപ്പോൾ താരം. 45-ാം പക്കം മുതൽ വിളവെടുത്ത് 1.5 വർഷം വരെ നീളുന്ന കൊയ്ത്തുണ്ട് നമ്പർ 183ക്ക്. ഒരു ചെടിയിൽ നിന്നും ഒരു വിളവിൽ പരമാവധി 1.5 കിലോ വഴുതന കൊയ്തെടുക്കാം. വരികൾ തമ്മിൽ 2 മീറ്റർ അകലവും ചെടികൾ തമ്മിൽ 1 മീറ്റർ അകലവും പാലിച്ചാണ് കൃഷി. കോഴിവളവും കാലിവളവുമൊക്കെ തന്നെയാണ് അടിവളമായി ചേരുന്നത്. താരതമ്യേന കേടുകുറഞ്ഞ നമ്പർ 183ക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. തോട്ടത്തിൽ നിന്ന് തന്നെ അത് വിളവെടുത്ത് പാക്ക് ചെയ്യുന്നതാണ് ബാലചന്ദ്രൻ്റെ രീതി. നമ്പർ 183 കൂടാതെ നീലിമയെന്ന കേരള ഇനവും ബാലചന്ദ്രൻ പരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാവുന്നത് ചില സാധനങ്ങൾക്ക്, ഉദാഹരണത്തിന് വെണ്ടയ്ക്ക 10 രൂപയ്ക്ക് വിപണിയിൽ വിലയുള്ളപ്പോൾ അതിൻ്റെ 7 മടങ്ങ് വില 70 രൂപയ്ക്കാണ് കടയിൽ വിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഏത് തരത്തിലുള്ള ആവശ്യക്കാരാണ് വരുന്നത്? അതിന് ആ തരത്തിൽ നാടൻ വെണ്ടയ്ക്കയുടെ രുചിയും ഗുണവും അറിയാവുന്ന തരം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് വിലയല്ല പ്രശ്നം. നമുക്ക് ഇത് ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ഒരു കിലോയ്ക്ക് സാധാരണ നിലയിൽ 50 രൂപ പുറത്ത് ചിലവ് വരും. അപ്പോൾ ഒരു 70 രൂപയ്ക്ക് വിറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2-3 ക്രോപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു ക്രോപ്പെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. ഉദാഹരണത്തിന് ഈ ഉണക്ക സമയത്ത് 1000 മൂട് വെണ്ട ഇട്ടിട്ട് അതിനകത്തുനിന്ന് 50 കിലോയിൽ കൂടുതൽ വെണ്ടയ്ക്ക പറിക്കാൻ കഴിഞ്ഞില്ല. ആ കൃഷി തന്നെ ഫെയിലുവറായിപ്പോയി. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ വിലയ്ക്ക് വിറ്റെങ്കിലേ പറ്റൂ. സാധാരണക്കാർ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും കിട്ടുന്ന വെണ്ടയ്ക്ക വാങ്ങിച്ച് കഴിക്കും, കാരണം അത് വിഷമാണ്. പക്ഷേ അതറിയാവുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം വില പ്രശ്നമല്ല, നമ്മളുടെ ഈ വെണ്ടയ്ക്ക മാത്രമേ വാങ്ങിക്കൂ. അതിൻ്റെ ടേസ്റ്റ് അവർക്ക് തിരിച്ചറിയാം. അതിനകത്ത് നമ്മൾ ഒരു വെണ്ടയ്ക്ക പോലും പുറത്തുനിന്നുള്ളത് വയ്ക്കാൻ പറ്റില്ല, വെച്ച് കഴിച്ചാൽ അവർക്കറിയാം. മറ്റൊന്ന് പറയാനായിട്ടുള്ളത്, ഈ വിളകൾ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭത്തിലേക്ക് കയറി വന്നില്ല എന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ച വിളകളിൽ ഒരിക്കലും ഇനി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു വിള ഏത്? ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. പരാജയപ്പെട്ടു പോയ ഒരുപാട് വിളകളുണ്ട്. ഉദാഹരണത്തിന് ഈ ചൂട് സമയത്ത് പാവൽ നട്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. 100 മൂട് പാവൽ നട്ടിട്ട് 10 കിലോ പാവയ്ക്കാണ് കിട്ടിയത്. അത് അതുപോലെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് 100 മൂട് പാവൽ നട്ട് അത് പരിപാലിച്ച് കൊണ്ടുവരുമ്പോഴുള്ള ചിലവ് 10,000-ങ്ങളാണ്. കാരണം പന്തലിടാനുള്ള ചിലവ് മാത്രം ഭയങ്കരമാണ്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ആ കൃഷി നഷ്ടമാണെന്നല്ല, പക്ഷേ ആ കാലാവസ്ഥയിൽ ആ കൃഷി വിജയിച്ചില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് പരാജയമാണ്, ഇനി ഒരിക്കലും ചെയ്യണ്ട എന്ന് കളഞ്ഞിട്ടുള്ള ഒറ്റ കൃഷിയുമില്ല. അങ്ങനെ നോക്കിയാൽ കൂടുതൽ വിളവ് തന്ന് കൂടുതൽ ലാഭം തന്നൊരു കൃഷി ഏതാ? കൂടുതൽ ലാഭം തരുന്ന കൃഷി ഒന്ന് വഴുതന. വഴുതനത്തിൻ്റെ ഒരു പ്രത്യേകത, എന്നും കൃഷി ചെയ്യേണ്ട. ഒരു പ്രാവശ്യം നട്ടാൽ ഒരു 1-2 വർഷം നേരെ നമുക്ക് വിളവ് കിട്ടും. ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്ഥിരം പറിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു 50-60% വഴുതനങ്ങ കേടായി പോകും. പക്ഷേ എങ്കിലും
സ്ഥിരമായി ഒരു വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് വഴുതനത്തിൻ്റെ ഒരു ഗുണം. പിന്നെ അടുത്ത ഒരു ലാഭമുള്ള കൃഷി എന്ന് പറയുന്നത് റെഡ് ലേഡി പപ്പായയാണ്. അത് ഒന്ന് നട്ടാൽ ഒരു 1.5 വർഷത്തേക്ക് നല്ലതുപോലെ ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അതും പ്രശ്നമില്ല. അങ്ങനെ നല്ല ലാഭമുള്ള കൃഷികളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടെന്നേ ഉള്ളൂ. തുറന്ന സ്ഥലത്തെ സൂക്ഷ്മത കൃഷിയാണ് എങ്ങും അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായി ജലം പാഴാകുന്നില്ല. മണ്ണിൽ ഏത് ജൈവാംശമാണോ കുറവുള്ളത് അത് കൃത്യമായി വെള്ളത്തിൽ ലയിച്ച് എത്തിക്കുന്ന ഫെർട്ടിഗേഷൻ രീതിയാണ് എവിടെയും പരീക്ഷിക്കുന്നത്. വിളകേടിന് കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ബാലചന്ദ്രൻ്റെ നേട്ടം. ഭക്ഷ്യയോഗ്യമായ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അവയ്ക്ക് എന്നും ആളുണ്ടാകും. സാധാരണ കേരളത്തിൽ കർഷകർ വിളയിക്കാത്ത വിളകൾ വരെ പരീക്ഷിച്ച് വിജയിച്ചു എന്നതാണ് ബാലചന്ദ്രൻ്റെ നേട്ടം. അമര വിളയുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും കണ്ണെത്താ ദൂരത്തോളം അമരയുടെ കൃഷിയുണ്ട്. വരികൾ തമ്മിൽ 1 മീറ്റർ വ്യത്യാസത്തിലും ചെടികൾ തമ്മിൽ 45 സെൻറ്റിമീറ്റർ അകലത്തിലുമാണ് അമരകൃഷി. കൃത്യമായി പറഞ്ഞാൽ 55-ാം പക്കം അമര വിളവെടുക്കാം. 6 മാസം വരെ തുടർച്ചയായി വിളവ് നൽകുന്നതാണ് അമരയുടെ രീതി. അതിന് തക്കവണ്ണം മറുനാടൻ മെച്ചപ്പെട്ട സങ്കര വിത്ത് തന്നെ കൃഷിയിടത്തിൽ ബാലചന്ദ്രൻ പരീക്ഷിക്കുന്നത്. 20 കായ് ചേർന്നാൽ 100 ഗ്രാം വരണം. അതാണ് വിപണിയിൽ മൂല്യമുള്ള അമര. കോഴിവളവും കാലിവളവും ചേർന്ന ജൈവവളത്തിൽ വിളയുന്ന വിളവുകൾ ഭക്ഷ്യയോഗ്യമായ നല്ല ഉൽപ്പന്നമാണെന്ന് ബാലചന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സാക്ഷ്യം കൃഷിയിടം വിട്ട് വിപണി വരെ എത്തി. വിപണി അറിഞ്ഞേ വിത്തിടാവൂ എന്ന കൃഷിയുടെ മൂലമന്ത്രം ബാലചന്ദ്രന് ഹൃദിസ്ഥമാണ്. മാറി മാറി വരുന്ന കാലാവസ്ഥയും വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളുമൊന്നും കർഷകനെ ബാധിക്കാതിരിക്കണമെങ്കിൽ യുക്തിസഹമായ കൃഷി വേണം. കൃഷി ഇറക്കേണ്ടതെന്ന്, വിളവെടുക്കേണ്ടതെന്ന് എന്നിവ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒറ്റയ്ക്കുള്ള കൃഷി പലപ്പോഴും വിപണിയിൽ വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ കർഷക കൂട്ടായ്മയുടെ ശക്തിയാണ് തൻ്റെ വിജയമെന്ന് ബാലചന്ദ്രൻ തുറന്നു പറയുന്നു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ കുറച്ച് നിക്ഷേപം നടത്തി നല്ലൊരു കൃഷി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കാവുന്ന ഒരു മാതൃകയാണോ ബാലചന്ദ്രൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആധുനിക കൃഷി രീതികൾ അവലംബിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ ആധുനിക വളം ഉപയോഗിക്കുക എന്നുള്ള രീതികൾ, ജൈവവളം എങ്ങനെ സമൃദ്ധമായിട്ട് ഉപയോഗിക്കാം, ഇതിന് മാതൃക തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ്, അതായത് തുറന്ന സ്ഥലത്തെ സൂക്ഷ്മത കൃഷിയാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? മുൻകരുതലുകൾ ആദ്യം നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഡ്രിപ്പ് ഇറിഗേഷൻ ഈ കൃഷിഭവൻ മുഖാന്തരം സബ്സിഡി ഉള്ളതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ നാട്ടിൽ നിന്ന് ഒരുപാട് കമ്പനികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഭൂരിഭാഗവും വളരെ ഫെയിലിയറാണ്. കാരണം ക്വാളിറ്റി സാധനങ്ങളില്ല. അതുകൊണ്ട് ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നെ റേറ്റ് നാട്ടിൽ ചെയ്തു കൊടുക്കുന്നതൊക്കെ 50,000 രൂപയ്ക്ക് ചെയ്യാവുന്നതിന് നാട്ടിൽ 2 ലക്ഷം രൂപയാണ് വാങ്ങിക്കുക. ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ആളിനെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. സാധനങ്ങൾ നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്യുക, അതിനുള്ള ആളിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പകുതി പൈസ മതി. ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ബാലചന്ദ്രനെ സമീപിച്ചാൽ അവരെ കൂടി സഹായിക്കുമോ ഈ കൃഷി? തീർച്ചയായിട്ടും. അതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അതിപ്പോഴും കൊടുക്കുന്നുണ്ട്. നിർദ്ദേശങ്ങളും സാധനങ്ങൾ കിട്ടാനുള്ള സോഴ്സുകളും അതിനുള്ള ആളിനെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1-2 സ്ഥലത്ത് സ്വന്തമായും ബാക്കിയുള്ള സ്ഥലം പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇനിയൊരു സ്വപ്നം എന്താ? കുറച്ചുകൂടെ കൃഷി വിപുലമാക്കി, സ്ഥാപനവും കുറച്ചുകൂടെ വിപുലമാക്കി ഇത് പരമാവധി ജനങ്ങളിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് ലക്ഷ്യം. എന്തായാലും കൃഷിയിടം പരമാവധി വലുതാക്കി ധാരാളം കടകൾ തുടങ്ങി എല്ലാവരെയും രക്ഷിക്കുവാൻ ബാലചന്ദ്രന് ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു. ആചന്ദ്രതാരം കർഷകനാണ് താനെന്ന് ബാലചന്ദ്രൻ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. മണ്ണറിഞ്ഞ്, വിളവറിഞ്ഞ്, വിപണി അറിഞ്ഞ് വിത്തിട്ടാൽ കൃഷി നമ്മളെ ചതിക്കില്ല എന്ന സന്ദേശവും ബാലചന്ദ്രൻ നൽകുന്നു. നേരാം ആ ഇച്ഛാശക്തിക്കായി ഭാവുകങ്ങൾ.